ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ സ്കൂളിലെ സെൻഡ് ഓഫ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. രാവിലെ ഒരു 11:30 ആ ഒരു ടൈമിലേക്കാണ് ഞങ്ങളുടെ സ്കൂളിൽ എത്താൻ പറഞ്ഞിട്ട്. പിന്നെ സെൻഡ് ഓഫ് ഫെയർവെൽ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല പരിപാടി ആയിരിക്കും ചില സ്കൂളിലൊക്കെ. പക്ഷേ ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. അതായത് ജസ്റ്റ് ഫോട്ടോസ് എടുക്കുക, അതായത് നമ്മളെ ക്ലാസ് ഫോട്ടോ ഉണ്ടാവില്ലേ, അത് എടുക്കുക. പിന്നെ ഫുഡ് തരാം. ഞങ്ങൾ ദീപ മിസ് റിട്ടയർഡ് ആവുകയാണ്. അപ്പോൾ മിസ്സിൻ്റെ വക ഫുഡ് ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ട് പിന്നെ പോരും. അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ സെൻഡ് ഓഫ് പറയണത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ വന്നിരുന്ന് കുറച്ച് നേരം സംസാരിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി താഴത്തേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉച്ച ടൈം ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിസ്സിൻ്റെ വക നമുക്ക് ബിരിയാണി കിട്ടുമല്ലോ, ചിക്കൻ ബിരിയാണി, തൈര്, അച്ചാർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ക്ലാസ്സിൽ വന്നിരുന്നു കേട്ടോ. എന്നിട്ട് കുറേ റീൽസൊക്കെ ഞാനും ശുഭ എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ഫോട്ടോ എടുക്കണതിൻ്റെയൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. താഴത്ത് ജസ്റ്റ് സാറുമാർ ഓരോ പ്രസംഗവും കാര്യങ്ങൾ, അതായത് മോട്ടിവേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി നമ്മൾ താഴത്തേക്ക് വന്നു. പിന്നെ മിസ്സിൻ്റെ ഒക്കെ ഐസ്ക്രീമും ഉണ്ട് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനും ശുഭയും പിന്നെ ഈ പ്രസംഗമൊന്നും കേൾക്കാൻ വല്ലാതെ നിന്നില്ല. ഐസ്ക്രീം കിട്ടിയപ്പോൾ ഞാനും ശുഭയും വേഗം അവിടെ നിന്ന് ഇറങ്ങി കിട്ടും. ഞങ്ങൾക്ക് ബസ്സുണ്ട് പറഞ്ഞിട്ട് പോന്നു. പിന്നെ എനിക്ക് വേറൊരു പരിപാടി വേറെ സ്ഥലത്തേക്കും പോകേണ്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫെയർവെൽ ആൻഡ് ഇതായിരുന്നു ഞങ്ങളത് സെൻഡ് ഓഫ് ആയിരുന്നു. വേറെ സ്കൂളത്തൊക്കെ കാണുമ്പോൾ പൂതിയാകും. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ സോയ മോള് ഞാൻ വീട്ടിലെത്തുന്നതിൻ്റെ പിന്നെ റോട്ടിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് എൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ ബൈ.